നമ്മൾ ഡിസ്കസ് ചെയ്തത് സി പി എം എന്ന പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു ഡീൽ ചെയ്തിരുന്നത്. അതിൽ നമുക്ക് ഇനി ഒരുപാട് പ്രോബ്ലംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലംസിൻ്റെ മാത്രം ഒരു വീഡിയോ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് ചെയ്യാം. നമ്മളന്ന് ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് അല്ലേ. നമ്മൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റും ഇത് എവിടെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. നമുക്കതിനെ പെർട്ട് എന്ന് വിളിക്കാം, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഈ സി പി എം എന്ന പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സിൽ പ്രോബ്ലം നമ്മൾ ചെയ്തു. അതേ സെയിം മെത്തേഡ് തന്നെയാണ് PERT അല്ലെങ്കിൽ പെർട്ടിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ പെർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞതാണ് അൺസെർട്ടനിറ്റി. ഇത് എപ്പോൾ തീരും, ഈ പ്രൊജക്റ്റ് എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് കൃത്യമായിട്ടൊരു ഉറപ്പ് നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കാത്ത പ്രൊജക്റ്റുകളിലാണ് ആക്ച്വലി PERT എന്നുള്ള ഈ ഒരു ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആ ടൈം ഡ്യൂറേഷനിൽ നമുക്കൊരു 100% അല്ലെങ്കിൽ ഒരു സെർട്ടനിറ്റി നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ PERTയിൽ ഒരു മൂന്ന് കാര്യം മനസ്സിലാക്കാനുണ്ട്. നമുക്ക് എന്താ നോക്കാം. ഈ മൂന്ന് കാര്യം എന്ന് ഉദ്ദേശിച്ചത് 3 സമയങ്ങളെ കുറിച്ചാണ്. PERTയുടെ പെർട്ടിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് CPMൽ ആകെ ഒരൊറ്റ ടൈമേ തീരുള്ളൂ. പേ എന്നുള്ള ആക്ടിവിറ്റി 5 ദിവസം കൊണ്ട് തീരും അല്ലേ. ഡ്യൂറേഷൻ നിങ്ങൾ ആ പ്രോബ്ലം എഴുതുമ്പോൾ കണ്ടിട്ടുണ്ടാവും, ഡ്യൂറേഷൻ ഉണ്ടാവും 5 ദിവസം 10 ദിവസം അല്ലെങ്കിൽ 5 മണിക്കൂർ ഏതോ ആ സമയം തന്നിട്ടുണ്ടാവും. ഇവിടെയും സമയം തരും. PERTയുടെ പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സമയം തരും. പക്ഷേ ആ സമയം 3 സമയം ഉണ്ടാവും. മിക്ക പ്രോബ്ലത്തിൽ എത്ര സമയം ഉണ്ടാവും? 3 സമയങ്ങളുണ്ടാവും. ഇനി ഒറ്റ സമയം ഒരു ടൈം തരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, PERT അൺസെർട്ടനിറ്റി ഉള്ള പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എത്ര ടൈപ്പ് ഓഫ് ടൈം ഉണ്ടാവും? 3 ടൈപ്പ് ഓഫ് ടൈം ഉണ്ടാവും. ആ ടൈം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ ടൈമാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം. അത് ഡിനോട്ട് ചെയ്യുന്നത് TO എന്നുള്ള ഒരു ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം ഡിനോട്ട് ചെയ്യുന്നത്. ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം ഇൻ വിച്ച് an activity can be completed if everything goes exceptionally well. ആ വാക്ക് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇഫ് എവറിത്തിങ് ഗോസ് എക്സെപ്ഷണലി വെൽ. അതായത് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തർക്കം നമ്മൾ പരിഹരിക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തുകയാണ്. ഇപ്പോൾ നമ്മളൊരു ഓട്ടോമൊബൈൽ ഡിസൈൻ ചെയ്യാണ്, അങ്ങനെ പറയാം അല്ലേ. ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഓട്ടോമൊബൈൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ റിസർച്ച് എല്ലാ തരത്തിലും നമ്മൾ ഉദ്ദേശിച്ച പോലൊക്കെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് പറയാം അതൊരു 5 വർഷം കൊണ്ട് തീരും എന്ന് പറയാം. എക്സെപ്ഷണലി വെൽ, നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും, എവറിത്തിങ് ഗോസ് എക്സെപ്ഷണലി വെൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ് ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് പറയാം അത് 5 വർഷം കൊണ്ടാണ് തീരുക എന്നുള്ളത്. പക്ഷേ അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കുകയാണ് മോസ്റ്റ് ലൈക്ലി ടൈം. ഈ മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, മോസ്റ്റ് ലൈക്ലി ടൈം ഡിനോട്ട് ചെയ്യുന്നത് TM എന്നുള്ള ഒരു ഇംഗ്ലീഷ് അക്ഷരം കൊണ്ടാണ്. എന്താ നോക്കല്ലേ, ഇറ്റ് ഈസ് ദി ടൈം ഇൻ വിച്ച് ദ ആക്ടിവിറ്റി ഈസ് നോർമലി അക്സെപ്റ്റഡ് ടു കംപ്ലീറ്റ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് എക്സെപ്ഷണലി വെൽ എന്നായിരുന്നു, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ. ഇവിടെ അങ്ങനെയല്ല, നോർമൽ കണ്ടീഷനാണ്. അതായത് എക്സെപ്ഷണലി വെൽ അല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടല്ല പോകുന്നത്. ഓക്കെ, കുഴപ്പമില്ല, ഒരു സാധാരണഗതിയിൽ നോർമൽ സാഹചര്യത്തിലാണ്, സാധാരണ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മുടെ റിസർച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സമയത്തെ വിളിക്കുന്ന പേരാണ് മോസ്റ്റ് ലൈക്ലി ടൈം. ഏതാണ്ട് 5 വർഷം എന്ന് പറയാൻ കഴിയില്ല, 5 വർഷം അല്ലെങ്കിൽ നമുക്കൊരു 7 വർഷം കൊണ്ടൊക്കെ തീരുവയ്ക്കാറ് ഏതാണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എക്സെപ്ഷണലി വെൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ അക്യുറസി ആയിട്ട് ആ ടൈമിനെ പറയാം. പക്ഷേ ഇവിടെ നോർമൽ കണ്ടീഷൻ വരുമ്പോൾ മോസ്റ്റ് ലൈക്ലിയാണ് അല്ലേ. അപ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്യാം, അത്ര സമയം കൊണ്ട് തീരാൻ പറ്റുമായിരിക്കും. ആ സമയത്ത് നമുക്ക് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയാം. മൂന്നാമത്തെ ടൈമാണ് പെസിമിസ്റ്റിക് ടൈം. പെസിമിസ്റ്റിക് ടൈം ആക്ച്വലി ഡിനോട്ട് ചെയ്യുന്നത് TP എന്നുള്ളൊരു ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, TP എന്ന ലെറ്റർ കൊണ്ടാണ് പെസിമിസ്റ്റിക് ടൈം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ദി ടൈം ബേസ്ഡ് ഓൺ അസംഷൻ ദാൻ എവറിത്തിങ് ഈസ് ഗോ ബാഡ്ലി. അതായത് നമ്മുടെ റിസർച്ച് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ കലാമിറ്റീസോ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ റിസർച്ച് അതേപോലെ ഡിസൈനിങ്ങിന് എന്തെങ്കിലും ഭംഗം വരികയാണെങ്കിൽ, എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ, അപ്പോൾ നമുക്ക് പറയാം ഇതിപ്പോൾ
ഒരു 7 വർഷം കൊണ്ടൊന്നും തീരൂല, ഒരു 10 വർഷം എടുക്കുക കാരണം അല്ലേ. അപ്പം നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൺസർട്ടനിറ്റി അല്ലാത്ത, തീർച്ചത ഇല്ലാത്ത ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ അവിടെ 3 സമയത്തിന് സാധ്യത ഉണ്ട്. ഒന്നാമത്തെ സമയം നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ് എല്ലാ ആക്ടിവിറ്റീസും മുന്നോട്ട് പോകുന്നതെങ്കിൽ പറയാം ഇത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് തീരും. അതല്ല, എത്ര എക്സെപ്ഷനിൽ വെല്ലല്ല എങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇന്ന സമയം കൊണ്ട് തീരും. ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, എല്ലാ ആക്ടിവിറ്റീസിലും കുറച്ച് റോങ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ഈ ആക്ടിവിറ്റീസ് ഒക്കെ മുന്നോട്ട് പോകുന്നെങ്കിൽ നമുക്കറിയാം ഇത്ര ദിവസം കൊണ്ട് തീരില്ല, ഇത്ര ദിവസമേ പിടിക്കുള്ളൂ. ഇതെപ്പോഴാ പറയാം, ഈ പ്രൊജക്റ്റ് ഇത്ര ദിവസം കൊണ്ട് തീരും എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ 3 സമയം നമ്മൾ കാണേണ്ടി വരും. ഒന്നാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ TO. രണ്ടാമതാണ് മോസ്റ്റ് ലൈക്ലി ടൈം ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ TM. അടുത്തൊരു ടൈമാണ് പെസിമിസ്റ്റിക് ടൈം ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ TP. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം കൊണ്ട് മനസ്സിലാക്കാം. എന്താ ഇത്? ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അല്ലേ, ഇഫ് എവറിത്തിങ് ഗോസ് എക്സെപ്ഷണലി വെൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് തീരുന്ന സമയം 5 വർഷമെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാണ്. മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ നോർമൽ കണ്ടീഷനിലാണെങ്കിൽ അത് 5 ഉള്ളത് ചിലപ്പോൾ ഒരു 7 വർഷം എടുത്തു. ഒരു എക്സാമ്പിളായിട്ട് 7 വർഷം എടുത്തു. ഇനി പെസിമിസ്റ്റിക് ടൈം ആണെങ്കിൽ എവറിത്തിങ് വിൽ ഗോ ബാഡ്ലി അല്ലേ, വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് കടന്നു പോകുന്നതെങ്കിൽ അത് 7 വർഷമാവില്ല, അത് 10 വർഷമാവും. അപ്പോൾ ആദ്യത്തെ ഒപ്റ്റിമിസ്റ്റിക് ടൈം 5 വർഷമായിരുന്നു, മോസ്റ്റ് ലൈക്ലി ടൈം 7 വർഷമായി, പെസിമിസ്റ്റിക് ടൈം 10 വർഷമായി. അപ്പോൾ ഈ 3 സമയത്തിൽ ഏതാണ് ഏറ്റവും ചുരുങ്ങിയ സമയം? ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ്. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായിട്ട് ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ടൈമിൻ്റെയും പെസിമിസ്റ്റിക് ടൈമിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ടൈമാണ് എന്ത്? മോസ്റ്റ് ലൈക്ലി ടൈം അല്ലേ. നോർമലി എക്സ്പെക്റ്റഡ് അല്ലേ, നോർമൽ എക്സ്പെക്റ്റേഷൻ ടൈമാണ് മോസ്റ്റ് ലൈക്ലി ടൈം. അതേപോലെ പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഗോ ബാഡ്ലി, വളരെ മോശമായിട്ടാണ് എല്ലാ ആക്ടിവിറ്റീസും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സമയത്തെ ടൈമിന് എന്ത് വിളിക്കാം? പെസിമിസ്റ്റിക് ടൈം വിളിക്കാം. അതുകൊണ്ട് നമ്മളൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ എത്ര വർഷമായിരുന്നത്? 10 വർഷമായിരുന്നു. ആ 10 വർഷം ഏറ്റവും ലോങ് ആയിട്ടുള്ള ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദി മാക്സിമം പോസിബിൾ ടൈം. പെസിമിസ്റ്റിക് ടൈം ആയിരിക്കും ആ ഒരു പ്രൊജക്റ്റ് തീരാനുള്ള മാക്സിമം ടൈം ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ 3 ടൈമിൻ്റെയും ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പെർട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നമ്മൾ ഇത് സംസാരിച്ചത് എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി ഈ 3 ടൈമിൽ നിന്നും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഡയഗ്രാം എങ്ങനെ നമ്മൾ വരച്ചിരുന്നത്? നമ്മളൊരു ഒരു 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 നോഡ് വരക്കും, അവിടുന്ന് ഒരു ആരോ വരക്കും, ദെൻ വീണ്ടും ഒരു നോഡ് വരക്കും അല്ലേ. ഇത് ഈ ഭാഗം സ്റ്റാർട്ടിങ് ആയിരുന്നു, ഈ ഭാഗം എൻഡിങ് അല്ലേ. ഈ ആരോയുടെ മുകളിൽ നമ്മളിങ്ങനെ A, ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഉണ്ടാവും, A, 10 കൊടുക്കും അല്ലേ. ഇവിടെ A എന്ന് ഉദ്ദേശിച്ചത് ആ ഒരു ആക്ടിവിറ്റിയുടെ പേരാണ്, 10 ഉദ്ദേശിച്ചത് ആക്ടിവിറ്റി എത്ര സമയം കൊണ്ട് തീരും എന്നുള്ള ഡ്യൂറേഷനാണ് ആക്ച്വലി ആ 10 എന്നുള്ളത്. പക്ഷേ CPM-ലൊക്കെ ഒരൊറ്റ ഡ്യൂറേഷനുള്ളൂ, ഒരൊറ്റ ടൈമുള്ളൂ. പക്ഷെ ഇവിടെ 3 ടൈം ഉണ്ട്. ഈ 3 ടൈമും നമുക്ക് ആരോയുടെ മുകളിൽ എഴുതാൻ സാധ്യമല്ല. അപ്പോൾ 3 ടൈമിൽ നിന്നും നമുക്കൊരു ആവറേജ് ടൈം, അതിന് നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം എന്ന് വിളിക്കാം. ഈ 3 സമയങ്ങളും വിലയിരുത്തി, ഈ 3 സമയങ്ങളും മനസ്സിലാക്കി, ആ 3 സമയങ്ങളെയും പരിഗണിച്ച് അതിൽ നിന്നൊരു എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കലാണ് PERTയുടെ CPM-ൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം. എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് TO മീൻസ് ഒപ്റ്റിമിസ്റ്റിക് ടൈം, then 4 into TM means most likely time, plus TP means pessimistic time, whole divided by 6 അല്ലേ. അതായത് TOയുടെ ഇവിടെ 1 ആണെന്ന് വിചാരിക്കുക, TMൻ്റെ അപ്പുറത്ത് 4 ആണ്, TPയുടെ അപ്പുറത്ത് 1 ആണ് അല്ലേ. അപ്പോൾ 4 + 1 5, 5 + 1 6, ആ 6 ആണ് താഴെ നിന്ന് മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് നമുക്ക് ഇക്വേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് താഴെ എങ്ങനെ 6 വന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ താഴെ 6 ആണ് എന്ന് ഓർത്തിരിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് താഴെ 6 വന്നു എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒരു ബന്ധം പറഞ്ഞുള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TO + 4 × TM + TP / 6. അപ്പോൾ പെർട്ടിനെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് ഈ എക്സ്പെക്റ്റഡ് ടൈം നേരിട്ടാണ് തരും, നേരെ എക്സ്പെക്റ്റഡ് ടൈമാണ് തരും.
അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം എന്ന് കണ്ടാൽ മനസ്സിലാക്കുക അത് CPM അല്ല PERT ആണ്. ചില സമയത്ത് നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റിക് ടൈം തരും, മോസ്റ്റ് ലൈക്ലി ടൈം തരും, പെസിമിസ്റ്റിക് ടൈം തരും. ഈ 3 ടൈമിൽ നിന്നും നമ്മൾ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കേണ്ടി വരും. എക്സ്പെക്റ്റഡ് ടൈം കിട്ടിയാൽ മാത്രമേ നമുക്ക് PERT എന്നുള്ള പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം PERT ആണ് ഡിസ്കസ് ചെയ്യുന്നത്. PERTക്ക് എന്ത് വേണം? 3 ടൈം എസ്റ്റിമേറ്റ് വേണം. കാരണം അൺസർട്ടനിറ്റി ഉള്ള ഭാഗമാണ്. ഒന്നാമത്തെ ടൈം ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ്. ഈ സമയം എപ്പോഴാണ്? ഇതൊരു ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈമാണ്. ഏത് സമയത്ത് നമ്മൾ ഡീൽ ചെയ്യത്? എല്ലാ കാര്യങ്ങളും ഇഫ് എവറിത്തിങ് ഗോസ് എക്സെപ്ഷണലി വെൽ അല്ലേ. രണ്ടാമത്തെ ടൈം മോസ്റ്റ് ലൈക്ലി ടൈം ആയിരുന്നു. ഈ മോസ്റ്റ് ലൈക്ലി ടൈം ഡിനോട്ട് ചെയ്യുക TM എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. നോർമൽ കണ്ടീഷനിലുള്ള സമയത്തെ നമ്മൾ എന്ത് വിളിക്കുക? മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് വിളിക്കുക. വേറെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റിക് ടൈമാണ് അല്ലേ. TP എന്നുള്ള അക്ഷരം കൊണ്ടാണ് നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത്. ഇതെപ്പോഴാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്? എവറിത്തിങ് വിൽ ഗോ ബാഡ്ലി, എല്ലാ ആക്ടിവിറ്റീസും വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ സമയത്തെ ആ ആക്ടിവിറ്റി തീരാനുള്ള സമയങ്ങൾ എന്ത് വിളിക്കാം? പെസിമിസ്റ്റിക് ടൈം എന്ന് വിളിക്കാം. അത് ഒരു മാക്സിമം പോസിബിൾ ടൈം ആയിരിക്കും. PERT എന്നുള്ള പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡ്യൂറേഷൻ വേണം. ഇവിടെ 3 ടൈം ഉണ്ടായതുകൊണ്ട് ആ 3 ടൈമിൽ നിന്നും ഒരു സിംഗിൾ ടൈം നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ആ ടൈമിനെ നമുക്ക് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയാം. എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒപ്റ്റിമിസ്റ്റിക് ടൈം പ്ലസ് 4 ഇൻറ്റു മോസ്റ്റ് ലൈക്ലി ടൈം പ്ലസ് പെസിമിസ്റ്റിക് ടൈം ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ 3 ടൈം എസ്റ്റിമേറ്റിൽ നിന്നും എക്സ്പെക്റ്റഡ് ടൈം എന്നുള്ള സിംഗിൾ ടൈം എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണിത്. ചില പ്രോബ്ലത്തിൽ നേരെ ഒപ്റ്റിമിസ്റ്റിക് ടൈമും മോസ്റ്റ് ലൈക്ലി ടൈമും പെസിമിസ്റ്റിക് ടൈമും തരാതെ നേരെ നിങ്ങൾക്ക് എന്ത് തരാം? എക്സ്പെക്റ്റഡ് ടൈം തരാം. അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല? വീണ്ടും ഒരു എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ആ എക്സ്പെക്റ്റഡ് ടൈം നേരെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്കൊരു 70% മനസ്സിലായിട്ടുണ്ടാവുള്ളൂ, ഈ പ്രോബ്ലത്തിൻ്റെ ഭാഗങ്ങൾ. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിൽ ഇനി അടുത്തൊരു ഭാഗം എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ബിറ്റ്വീൻ PERT ആൻഡ് CPM. CPMനെയും PERTനെയും കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിരന്തര എക്സാമിന് ചോദിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോബബിലിസ്റ്റിക് മോഡൽ വിത്ത് അൺസർട്ടനിറ്റി ഇൻ ആക്ടിവിറ്റി ഡ്യൂറേഷൻ. CPM എന്ന് പറഞ്ഞാൽ എ ഡിറ്റർമിനിസ്റ്റിക് മോഡൽ വിത്ത് വെൽ നോൺ ആക്ടിവിറ്റി ടൈമിംഗ്. അതായത് ഒന്നുമില്ല, PERT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പോസിബിലിറ്റീസ് ആണ് അല്ലേ, അൺസർട്ടനിറ്റി ഇല്ലാത്തൊരു കാര്യമാണ്. CPM എന്ന് പറഞ്ഞാൽ അത് സെർട്ടനിറ്റി ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, ആക്ടിവിറ്റിയുടെ ടൈമിംഗ് ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പ്രോബബിലിറ്റിയാണ്, സാധ്യതകളെ പറയാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഈ PERTൽ 3 ടൈം എസ്റ്റിമേറ്റ് ഉണ്ട്. ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി പഠിച്ചു നമ്മൾ. ഇവിടെ CPMൽ അങ്ങനെയൊന്നുമില്ല, ഒരു ഒറ്റ ടൈം ഡ്യൂറേഷൻ ഉള്ളൂ. ഇനി ഈ PERTനെ സാധാരണഗതിയിൽ ഇവന്റ് ഓറിയന്റഡ് ടെക്നിക്സ് എന്നാണ് നമ്മൾ പറയാറ്. എന്നാൽ CPMനെ ആക്ടിവിറ്റി ഓറിയന്റഡ് ടെക്നിക്സ് ആണ്. അതേപോലെ തന്നെ PERT യൂസ് ചെയ്യാം സ്യൂട്ടബിൾ ഇൻ ഡിഫൻസ് R&D പ്രൊജക്ട്. R&D ആണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, റിസർച്ച് ആൻഡ് R&D ഡിപ്പാർട്ട്മെന്റിലും R&D പ്രൊജക്റ്റിലും ഡിഫൻസിലൊക്കെയാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുക? PERT യൂസ് ചെയ്യുക. ഡിഫൻസ് എന്ന് പറയാൻ നമുക്കറിയാം അല്ലേ, പ്രതിരോധത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് യുദ്ധം എടുക്കുക വിചാരിച്ചു, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം. ആ തർക്കം എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സമയം എടുക്കും എന്നുള്ളത് ഈ മാനേജ്മെന്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്നുള്ളത് അവരുടെ ഒരു പ്രൊജക്റ്റാണ് അല്ലെ, ഒരുപാട് ആക്ടിവിറ്റീസ് കൂടി ചേർന്ന ഒന്നാണ് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ. ആ യുദ്ധം എത്ര കാലം എടുക്കും, എത്ര അതിന് ഡ്യൂറേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? PERT എന്നുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ CPM ആക്ച്വലി സിവിൽ കൺസ്ട്രക്ഷൻ വർക്ക്, മെക്കാനിക്കൽ വർക്ക്, ഷെഡ്യൂളിംഗ് ഓഫ് പ്ലാന്റ് മെയിൻ്റനൻസ് എക്സെട്ര. ഇത്തരം സാഹചര്യങ്ങളിലാണ് CPM എന്നുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് നമ്മൾ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഈ CPMൻ്റെയും PERTൻ്റെയും ഈ കമ്പാരിസൺ മനസ്സിലാക്കുക. PERT എന്നുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സിലെ പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെ 3 ടൈം എസ്റ്റിമേറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ആ ടൈം അങ്ങനെ വന്നതെന്നുള്ളതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കേണ്ട അല്ലേ, ഈ 3 ടൈം എസ്റ്റിമേറ്റിൽ നിന്നും എക്സ്പെക്റ്റഡ് ടൈം എന്നുള്ള ഒരു സിംഗിൾ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്കം. ഓക്കെ, അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം? അത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം.
Okay, anyway, thank you.